ഓയിലെല്ലാം റെഡിയായി കേട്ടോ. ഓയിലെല്ലാം റെഡിയായി. ഇന്നൊരു വെളുപ്പിന് ഒരു 5 മണിയായപ്പോൾ തുടങ്ങി അതെല്ലാം പാക്ക് ചെയ്ത്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാനൊരു 2-3 ആഴ്ച കഴിയുമ്പോൾ റിവ്യൂ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ അടുത്തുനിന്ന് ഒരു കുട്ടി വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചിനോട് ഞാൻ ചോദിച്ചു, ആ കുട്ടി ഓയിൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് അതിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ് കേട്ടോ. അതിന് നല്ല താരനും ഹെയർ ഫോൾസും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ ഉപയോഗിച്ചിട്ടാണ് നല്ലതായിട്ടാണ് ഈ കുട്ടിക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ കുട്ടിക്ക് നല്ല മുടിയുള്ള കുട്ടിയുമാണ്. അപ്പോൾ ഞാൻ ഈ കൊച്ചിനോട് ചോദിച്ചു, മോളെ, അപ്പോൾ ഇതെന്നോട് പറഞ്ഞു ഇങ്ങനെ അവൻ ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി എനിക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുത്ത്. അപ്പോൾ ഞാനിത് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, മോളെ എങ്ങനെയുണ്ട്, ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് താരന് കുറവുണ്ട്, പക്ഷേ അന്ന് അങ്ങോട്ട് ശരിക്കും പോയിട്ടില്ല. അതുപോലെ തന്നെ മുടി കൊഴിച്ചൽ കുറച്ച് കുറവുണ്ട്, ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എങ്ങനെ ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്നോട് പറയുന്നത്, അത് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ട് ചേച്ചി. ഓയിൽ ഉപയോഗിക്കാനായിട്ട് എനിക്കൊരു പൊതുവേ മടിയുള്ളൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ഈ ചൊറിച്ചിൽ വരുമ്പോൾ ഞാനൊന്ന് ഉപയോഗിക്കും, അപ്പം നല്ല ആശ്വാസമാണ്. അപ്പോൾ പിന്നെ ഞാനത് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് എല്ലാവരോടും കൂടി ആയിട്ടുള്ളൊരു മെസ്സേജാണ് കേട്ടോ. ശരിക്കും താരൻ എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. ശരിക്കും അതൊരു ഫംഗലാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് അവനവനെ അറിയുള്ളൂ നമുക്ക് എന്തോരം ഉണ്ട് താരൻ്റെ വ്യാപ്തി എന്നുള്ളത്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു 3-4 ദിവസം ശരിക്കും അടുപ്പിച്ച് തന്നെ നമ്മുടെ ഓയിൽ ഉപയോഗിച്ച് തല നല്ലോണം മസാജ് ചെയ്തിട്ട് നല്ലോണം ഷാമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി ഷാമ്പോ ആയിരിക്കുമല്ലോ ഏറ്റവും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ കെമിക്കലൊക്കെ വളരെ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ സോപ്പ് തന്നെ അധികം ഇതില്ലാത്ത സോപ്പ് ഉപയോഗിച്ച് തല നല്ലോണം കഴുകി ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് 2-3 ദിവസം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നല്ല വ്യത്യാസം ഉണ്ടാകും. താരൻ കുറഞ്ഞാലേ ഹെയർ ഫോൾസ് കുറയുള്ളൂ. അപ്പോൾ ആ കൊച്ചെന്നോട് പറയുകയും ചെയ്തു, ഞാൻ ഈ ഹോസ്റ്റലിൽ നിൽക്കണ കാരണമാണ്, പക്ഷേ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ, അത് എൻ്റെ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് എല്ലാവരോടും കൂടി തന്നെയാണ് പറയുന്നത്. ചിലപ്പോൾ എനിക്ക് എല്ലാവരോടും ഒന്നും എനിക്കങ്ങനെ ചോദിക്കാൻ പറ്റാറില്ല. നമ്പർ ചിലപ്പോൾ ഞാൻ വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതും എല്ലാവർക്കും കൂടി ആയിട്ടുള്ളൊരു മെസ്സേജാണ് കേട്ടോ എനിക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഓയിലെന്നല്ല, ഏത് ഓയിലും ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ഒരു 3-4 ദിവസം അടുപ്പിച്ച് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ അത് ആ താരൻ അങ്ങോട്ട് പോയിക്കോളും. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയർ ഫോൾസും കുറയും. അപ്പോൾ ഇതാണ് ഇന്ന് മരട് നെട്ടൂരിൽ നിന്നുള്ള മൂകാംബിക ഹെയർ ഓയിലിൻ്റെ വിശേഷങ്ങൾ. ഇനി ഷോപ്പിൽ ചെന്നിട്ട് എനിക്ക് സ്റ്റിക്കറെല്ലാം ഒട്ടിക്കണം, അതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ.